ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഉൾവിളി, അമ്പലത്തിൽ പോകണം പോകണം പോകണമെന്ന്. അങ്ങനെ ഒരു ഉൾവിളി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ പോയി കളയാന്ന് വിചാരിച്ച് നേരെ ചാടിത്തുള്ളി ഇറങ്ങി. പക്ഷേ പകുതി വഴി എത്തിയപ്പോഴേ മഴ പെയ്യുന്നൊരു ലക്ഷണം ഉണ്ടായിരുന്നു. കുട എടുത്തിട്ടില്ല. അതും ഒരു അബദ്ധമായല്ലോ എന്ന് ഓർത്തിട്ട് നേരെ നടന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിലെത്തി. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടോ, ചെരുപ്പ് മാറി കാല് കാണിക്കുമ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി എന്നങ്ങ് വിചാരിച്ചോണം. അങ്ങനെ അമ്പലത്തിലെത്തിയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ പുറത്തിറങ്ങിയിരുന്നു. നമ്മൾ ഈ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നേരമൊക്കെ പുറത്തിരിക്കണം. അപ്പോൾ ഭയങ്കര സമാധാനം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞാണേ. പിന്നെ നേരെ പോയത് ചായയും മസാല ദോശയും കഴിക്കാനായിട്ടാണ്. ഇവിടെ വന്നിരുന്നിട്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിക്കുന്നത്, മസാല ദോശ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്നതാണോ അതോ ശരിക്കും അമ്പലത്തിൽ പോകുന്നതാണോ എന്ന് എന്താണെന്നറിയില്ല. അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് മസാല ദോശ കഴിക്കണം. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഈ മസാല ദോശ കഴിക്കണം എന്നിങ്ങനെ കൊതി ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊതി മൂത്ത് ഞാൻ അമ്പലത്തിൽ പോയതല്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതുമല്ല, ഈ രണ്ട് സംഭവം എനിക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ എന്തിനാ ഇത് ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ആ ആലോചന വിട്ടപ്പോഴാണ് അടുത്ത ആലോചന വന്നത്. ഈ മസാല ദോശയുടെ കൂടെ ഒരു വട കിട്ടുമല്ലോ. ഈ വട നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അവർ തരും, അതിന് കാശും കൊടുക്കണം. അപ്പോൾ ഈ വട വേണ്ടെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചെടുക്കുമോ അതോ ഇത് നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കണോ അങ്ങനെയൊക്കെ ആലോചിച്ച് ഇരിക്കുകയായിരുന്നു. ഇറങ്ങുമ്പോൾ ചേട്ടനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ മടി കാരണം ചോദിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. രാവിലെയും പുറത്തുനിന്നാണ്, പിന്നെ ഉച്ചയ്ക്കും പുറത്തുനിന്നാണ്. ബിരിയാണി അല്ല ഞാൻ ശരിക്കും കഴിക്കാൻ പോയത്, ചായയും പ്ലെയിൻ ദോശയാണ് കഴിക്കാൻ പോയത്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന എല്ലാവരും ബിരിയാണി കഴിക്കുന്നത് കണ്ടിട്ട് പ്ലെയിൻ ദോശ ക്യാൻസൽ ചെയ്ത് ബിരിയാണി പറഞ്ഞു. അപ്പോഴത്തേന് ചായയും വന്നു. പിന്നെ ചായയും ബിരിയാണിയാക്കി. പിന്നെ നമ്മൾ നേരെ പോയത് പോത്തീസിലോട്ടാണ്. അവിടെ ആടി സെയിൽ നടക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ മേടിക്കണമെന്നൊക്കെ മനസ്സിൽ എന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയതാണ്. എൻ്റെ കഷ്ടകാലത്തിന് അവിടെ ചെന്നിട്ട് ഞാൻ തൊടുന്ന ഒരു സാധനത്തിനും ഓഫറില്ല. എല്ലാ സാധനത്തിനും സെയിം പ്രൈസ് തന്നെയാണ്. ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ തൊടുന്ന എല്ലാ സാധനങ്ങളും ചോദിക്കുന്നുണ്ട്, ഓഫറുണ്ടോ ഒന്നിനും ഇല്ല എന്നാണ് അവിടെ നിന്ന് മറുപടി പറയുന്നത്. പിന്നെ ഈ സാധനങ്ങൾ, ഈ ഒരു പ്ലേറ്റിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസ് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്താണ്. എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കുറച്ച് പാത്രം വേണമെന്ന്. പക്ഷേ ഞാനിത് അയച്ചു കൊടുത്തിട്ടില്ല, അതും വേറെ സത്യം. ഈ ചട്ടി ഞാൻ അമ്മയെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇതിൻ്റെയും വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തന്നെ. പിന്നില്ലേ, പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഈ കളർ ക്യാബേജ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണും കേട്ടോ. അത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നില്ലേ റംബൂട്ടൻ, ഇത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്നതാണല്ലോ എന്ന് നോക്കിയിട്ടൊരു പുച്ഛം കൊടുത്തിട്ട് ഞാൻ മാറി. പിന്നെ ഈ ഉള്ളി കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായി. ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ഐഡിയാസാണല്ലേ. ഇവിടെയൊക്കെ നടന്നിട്ട് ഞാൻ ആകെ മേടിച്ചൊരു ഫേസ് വാഷാണ്. ഇത് മാത്രം മതിയായിരുന്നു. എന്നാലും ഇതൊക്കെ കയറി ചുറ്റി നടന്ന് കാണാനും എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണേ.